നമസ്കാരം. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ട്രംപിന്. ഇന്ത്യയെ ഏത് വിധേനയും റഷ്യ ആക്രമിക്കുക. അങ്ങനെ ഇന്ത്യയെ റഷ്യ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ട്രംപിന്റെ ഒരു ചതി. പക്ഷെ ആ ചതി, ട്രംപിന്റെ ആ തന്ത്രത്തെ പൊളിച്ചെടുക്കുകയാണ് നരേന്ദ്രമോദി എന്ന നേതാവ്. ഇന്ത്യക്ക് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിരവധി വാഗ്ദാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിരവധി വാഗ്ദാനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പുതുതായിട്ട് ഇന്ത്യക്ക് മുന്നിലേക്ക് വയ്ക്കപ്പെടുന്നത്. അങ്ങനെ പുതുതായിട്ട് ഇന്ത്യക്ക് മുന്നിലേക്ക് വയ്ക്കപ്പെടുന്ന ഓഫറുകൾ പലപ്പോഴും സ്വീകരിക്കുവാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ നിലപാടാണ്. മാത്രമല്ല, അതൊരു മനസ്സിൽ നിന്ന് വന്ന തീരുമാനവുമാണ്. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകാൻ തയ്യാറായി നിൽക്കുന്ന ട്രംപ്, പക്ഷെ ആ ട്രംപിന്റെ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളെ സ്വീകരിക്കുവാനുള്ള മനസ്സോ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതൊരു മനസ്സിൽ നിന്ന് വന്ന ഒരു തീരുമാനമാണ്. അത് ഇന്ത്യയുടെ ഒരു നിലപാടാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകളിൽ ഊന്നി നിൽക്കുന്ന ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ തകർക്കുവാൻ ശ്രമിക്കുക എന്ന് പറയപ്പെടുന്നത് ട്രംപിന്റെ ഒരു സിദ്ധാന്തമാണ്. മാത്രമല്ല, ട്രംപ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അത്യാഗ്രഹം കൂടിയാണ്. ട്രംപ് അങ്ങനെ ചതിക്കാൻ തയ്യാറ് തന്നെയാണ്. ഒരിക്കലും അങ്ങനെ മാറി നിന്ന് ചതിക്കാതിരിക്കുമെന്ന് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയെയല്ല അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഓഫറുകൾ മുന്നോട്ട് വെച്ചാലും, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്താലും അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നേതാവ്, ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാവൂ. അത് മോദി ആയിരുന്നാലും ശരി, മറ്റേതൊരു നേതാവായിരുന്നാലും ശരി, ചെയ്യേണ്ടത് തിരിച്ചടി കൊടുക്കുക എന്നുള്ളതന്നെ, അല്ലാതെ ട്രംപിന്റെ ചതിയിൽ വീണു പോവുക എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യം ഇല്ലാതായി പോകും. അതിന് മോദി ഭരിച്ചാലും മോദിയെ പോലെ തന്നെ മറ്റാരെങ്കിലും ഭരിച്ചാലും അത്തരത്തിൽ തന്നെ ആയിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ റഷ്യൻ എണ്ണ ഇറക്കുമതി നിയന്ത്രിക്കണം. അത് നിയന്ത്രിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഉടൻ തന്നെ വെനിസ്വേലയിൽ നിന്ന് അസംസ്കൃതമായിട്ടുള്ള എണ്ണ വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പുനരാരംഭിക്കാമെന്നൊക്കെ അമേരിക്ക ഒരു വാഗ്ദാനം നൽകുമ്പോൾ അതിന് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി ഗണ്യമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരുങ്ങുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് അതിന് പകരമായിട്ട് വെനിസ്വേലിയൻ എണ്ണ പരിഗണിക്കാമെന്നുള്ള US നിർദ്ദേശം മുന്നോട്ട് വരുന്നത്. ഈ വിഷയവുമായിട്ട് അടുപ്പമുള്ള വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലപ്പോഴും ഇതിനെ വളരെ വലിയ വാർത്തയായിട്ട് പുറത്തുവിടാറുണ്ട്. പക്ഷേ നേരത്തെ നമുക്കറിയാമല്ലോ, ഈ യുക്രൈൻ യുദ്ധം, ആ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ US റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് തീരുവ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അത് വെട്ടിക്കുറയ്ക്കുവാൻ ഇന്ത്യ നിർബന്ധിതരായ സാഹചര്യത്തിലാണ് ഈ നീക്കം നടക്കുന്നത്. വരും മാസങ്ങളിലൊക്കെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പ്രതിദിനം ലക്ഷക്കണക്കിന് ബാരലുകൾ കുറയ്ക്കുവാൻ ഒരുങ്ങുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനിടയിലാണ് US പുതിയ ഓഫറുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ മാർച്ചിൽ US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വെനിസ്വേലൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യ ഉൾപ്പെടെ 25% തീരുവ ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ഈ വർഷം ജനുവരി 3-ന് US സേന വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെ പിടികൂടുകയും അദ്ദേഹത്തിനെതിരെയും രാജ്യത്തിനെതിരെയും ഒക്കെ നടപടികൾ ശക്തമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ US നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. റഷ്യൻ എണ്ണയുടെ ലഭ്യതയിൽ ഉണ്ടായിട്ടുള്ള കുറവ് നികത്തുവാൻ വെനിസ്വേലയിൽ നിന്നുള്ള വാങ്ങലുകൾ പുനരാരംഭിക്കുവാൻ ഇന്ത്യയെ അനുവദിക്കാമെന്നവർ ഇന്ത്യ അറിയിക്കുകയാണ്, അല്ലെങ്കിൽ മോദി അറിയിക്കുകയാണ്. അപ്പോൾ യുക്രൈനിലെ യുദ്ധത്തിന് ധനസഹായം നൽകുന്ന റഷ്യൻ എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം നിയന്ത്രിക്കുവാനുള്ള US ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ഒരു നീക്കം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വെനിസ്വേലൻ എണ്ണ വിറ്റോൾ, ട്രാഫിഗുറ പോലുള്ള ട്രേഡിംഗ് സ്ഥാപനങ്ങൾ വഴിയാണോ, അതോ വെനിസ്വേലയുടെ സർക്കാർ ഉടമസ്ഥയിലുള്ള എണ്ണ കമ്പനിയായിട്ടുള്ള PDVSA നേരിട്ടാണോ വിപണനം ചെയ്യുക എന്നത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ 2022-ൽ റഷ്യ യുക്രൈൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം പാശ്ചാത്യ ഉപരോധങ്ങളും ഒപ്പം തന്നെ വലിയ വിലക്കിഴിവുകളും ഒക്കെ വന്നപ്പോൾ ഇന്ത്യ റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താവായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ പിന്നീട് റഷ്യൻ എണ്ണ വാങ്ങലുമായി ബന്ധപ്പെടുത്തി 25% അധിക നികുതി ഏർപ്പെടുത്തിയതിനു ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഓഗസ്റ്റ് മാസത്തോടുകൂടി 50% വരെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടെ ഇന്ത്യ തങ്ങളുടെ എണ്ണ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കുകയാണ് ചെയ്തത്. റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയുന്ന സാഹചര്യത്തിൽ എന്ന് പെട്രോളിയം മന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോഴും, പക്ഷേ ഇന്ത്യക്ക് വൈവിധ്യങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് എണ്ണ ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ വെനിസ്വേലയിൽ നിന്ന് തന്നെ സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അമേരിക്ക പറയുന്നത് കേട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു സാഹചര്യവും ഇന്ത്യയിലില്ല. US തീരുവ കണക്കിലെടുത്ത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഉടൻ പ്രതിദിനം 10 ലക്ഷം ബാരലിൽ താഴെയാക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ജനുവരിയിൽ ഏകദേശം 12 ലക്ഷം ബാരലായിരുന്നു പ്രതിദിന ഇറക്കുമതിയായിട്ട് ഉണ്ടായിരുന്നത് എങ്കിൽ
ഫെബ്രുവരിയിൽ ഇത് ഏകദേശം 10 ലക്ഷം ബാരലായിട്ടും മാർച്ച് എത്തുമ്പോഴേക്കും ഏകദേശം 8 ലക്ഷം ബാരലായിട്ടും ഒക്കെ കുറയുമെന്നുള്ള സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എണ്ണ കുറച്ച് റഷ്യയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നത് ഇന്ത്യക്ക് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും എണ്ണ ലഭിക്കുവാനുള്ള സാഹചര്യമുള്ളത് കൊണ്ടാണ്. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം അത്രത്തോളം വലുതാണ്. അപ്പോൾ അമേരിക്ക കരുതുന്ന പോലെ അമേരിക്ക പറയുന്നത് അനുസരിച്ച് ജീവിക്കുവാൻ പറ്റുന്ന ഒരാളല്ല മോദി. അത്തരത്തിൽ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രാജ്യവുമല്ല ഇന്ത്യ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുവാൻ ട്രംപ് നടത്തുന്ന ചതി എന്ന് പറയപ്പെടുന്നത് എന്താണ് എന്ന് മനസ്സിലായോ? എന്നാൽ ഇതൊക്കെ എന്തിനാണ് ട്രംപ് ചെയ്തു കൂട്ടുന്നത് എന്ന് മനസ്സിലായോ? ചതിയാണ്. ഇതൊരു വലിയ ചതി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയെ റഷ്യ ആക്രമിക്കുവാൻ ശ്രമിക്കുക, ഇതാണ് ട്രംപിന്റെ ചതി എന്ന് പറയുന്നത്. കാരണം എന്താണ്? അതായത് ഇപ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയപ്പെടുന്നത് ദൃഢമായിട്ടുള്ള ഗാഠമായിട്ടുള്ള ബന്ധമാണ്. ഈ ബന്ധത്തിനെ എങ്ങനെ തകർത്താൽ, അതായത് റഷ്യയുടെ ഉപരോധ ശ്രമങ്ങൾ, റഷ്യയുടെ ആക്രമണം, റഷ്യയുടെ ആയുധശേഷി എന്ന് പറയപ്പെടുന്നത് വളരെ കൂടുതലാണ്. ആ ആയുധശേഷിയുള്ള റഷ്യയെ തകർക്കാൻ അമേരിക്കയ്ക്കാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള റഷ്യ എന്ന് പറയപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം നിലനിൽക്കുമ്പോൾ റഷ്യ പിന്തുണ നൽകുന്ന ഇന്ത്യയെ ആക്രമിക്കുകയോ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയോ ചെയ്താൽ അതൊക്കെ മറികടക്കാൻ ഇന്ത്യക്ക് ആകുമെന്നുള്ളതാണ്. അത് മാത്രമല്ല, ആയുധമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഒക്കെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമായിട്ട് തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയെ പരിഗണിക്കേണ്ട ഒരു സ്ഥിതിവിശേഷവും നിലവിലില്ല. അപ്പോൾ അവിടെയാണ് ട്രംപിന്റെ ഈ ചതി, ഈ വമ്പൻ ചതി തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ നിക്കോളസ് മഡൂറോയെ ബന്ദിയാക്കി മാറ്റുകയും അപ്പോൾ വെനിസ്വേലയുടെ അധികാരത്തിൽ കൈകടത്തുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ വെനിസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാം എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു ഓഫർ മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ട്രംപ് ചെയ്യുന്നു. പക്ഷെ ആ ഓഫർ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. അല്ലെങ്കിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അതിനൊരു നിലപാടുണ്ട് ഇന്ത്യക്ക്. അത് വെനിസ്വേലയിൽ നിന്ന് വാങ്ങിക്കണോ, അതോ ഫിലിപ്പീൻസിൽ നിന്ന് വാങ്ങിക്കണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കണമോ എന്നുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് വലിയൊരു നയതന്ത്ര ചാരുതയുണ്ട്, ഒരു നയതന്ത്ര വലിയ ബന്ധമുണ്ട്. ആ ബന്ധങ്ങളിൽ നിന്ന് ഏത് രാജ്യത്തിൽ നിന്ന് വേണോ എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരെ ഇന്ത്യക്ക് എണ്ണ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ സ്വീകരിക്കുകയും ഒപ്പം തന്നെ ബാക്കിയുള്ള പല രാജ്യങ്ങളിൽ നിന്നുകൂടി എണ്ണ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യ എത്തും. അപ്പോൾ ഇന്ത്യ ഏതെങ്കിലും വിധത്തിൽ ചതിക്കുകയോ തകർക്കുകയോ ചെയ്യുക എന്നുള്ള ട്രംപിന്റെ ലക്ഷ്യമുണ്ട്. അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ഒരു പ്രതിസന്ധിയിലേക്ക് എത്തപ്പെടുന്നു. ഇത്തരത്തിൽ എണ്ണ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആയുധ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടോ സാമ്പത്തികമായിട്ടുള്ള അടിത്തറയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്താൽ അതിനെ മുതലെടുക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ ചതിയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിവുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിൻ്റെയൊക്കെ എങ്ങനെയാണ് അതിനെയൊക്കെ നേരിടേണ്ടത്, അല്ലെങ്കിൽ അതിനെയൊക്കെ കൃത്യമായിട്ട് വെട്ടിനിരത്താൻ നരേന്ദ്രമോദിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ട് ഇന്ത്യയെ ചതിക്കാൻ ഇറങ്ങുന്ന ട്രംപിനെ വളരെ കൃത്യമായിട്ട് തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ട്രംപിന്റെ ഇത്തരത്തിലുള്ള തന്ത്രത്തെ വളരെ കൃത്യമായിട്ട് പൊളിച്ചടക്കും മോദി എന്നുള്ള കാര്യത്തിലും തർക്കമില്ല.